ഖുർആനിൽ പറയുകയാണ് പ്രശ്നങ്ങളെ പ്രയാസങ്ങള് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ശുദ്ധ ഖുർആനാണ് അത്. വലനബ്ലുവന്നകും ബിശൈഇൻ, നിങ്ങളെ ഈമാനിനെ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിയെടുക്കും, അതിന്റെ കറകളയാം, അതിന്റെ ധൂളെടുക്കും, അതിൻ്റെതായ എല്ലാ കച്ചറുകളും ഞാൻ കഴുകിയെടുക്കും. അതെങ്ങനെ നിങ്ങളെ ഈമാനിനെ ചൂടാക്കിയിട്ട് പൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ കറകൾ ഇതാണ്ടില്ലേ. ഞമ്മ ഇന്ന് പൊന്നു മേങ്ങുന്നല്ലേ വെച്ചോ, ഇന്ന് പൊന്നു മേങ്ങിയിട്ട് നാളെ സുബൈക്കാൻ എന്തോ ഇഷ്ടപ്പെട്ടിട്ട് എന്തായെന്നറിയില്ല, അല്ല ഒരു മണി മുറ്റി പൊട്ടീനാ നോക്കിട്ടാകുമ്പോ എന്താ അറിയാല, നാളെ തന്നെ കൊണ്ടായിട്ട് നീ കയറിയിട്ട് നക്കുന്ന കൂട്ടിക്കോ എന്നെങ്കിലും അയാൾ അതിനെ കഴിഞ്ഞിട്ട് നോക്കും. ഇവിടെ പൊന്നിന് ഇവിടെ കയറി ബേജാറാക്കിണ്ട. ഞമ്മക്ക് തരുമ്പോ നല്ല പൈസയും കാര്യമൊന്നും ഞമ്മക്ക് കൊടുക്കുമ്പോ ഒന്നുമില്ലേ. അപ്പൊ എന്നെ കഥോണല്ലോ, ടീക്കിടാണല്ലോ, അതിനുള്ളിൽ വെണ്ണൂറുണ്ടാല, അതിനുള്ളിൽ ക്യാൻഡിലുണ്ടാല, ഏതിനിട്ട് അങ്ങനെ അതിന് ഇടാണ്ടേ തന്നെ പിന്നെ കഥോണം തന്നെ ഇല്ലല്ലേ. പയ്യ നോക്കുമ്പോ 38,000 പൊന്നിക്ക് 32,000 4,000 കതിച്ചു പോയി. പിറ്റേന്ന് കൊടുത്തിട്ട് ഞാൻ എന്താ പറഞ്ഞ അടുപ്പിൽ കിട്ടെ കൈക്കല്ലേ വെച്ചല്ലേ, അതിന്റെ കരി എടുക്കുന്നതല്ല, അതിന്റെ ഉള്ളിൽ മണ്ണുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, കാരണം സ്വർണ്ണാകുമ്പോ അതിൻ്റെതായ രീതിയിൽ ക്ലിയർ ആക്കണം. അത് പൊന്നല്ലേ, അതിനെ പിന്നെയും പിന്നെയും കഴുകിയിട്ട് തീ കെട്ടിട്ട് അതിന് ഉരുക്കുന്നതിനറിഞ്ഞാ അതിന് തിളക്കം കൂട്ടാൻ, അതിന്റെ ചന്തം കൂട്ടാൻ, അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ, അതിന്റെ ക്വാളിറ്റി കൂടാൻ, അതിനാണ് പിന്നെയും പിന്നെയും അതിനെ തീയിലിട്ടിട്ട് അങ്ങനെ ഉരുക്കുന്നത്. എന്നാ കേട്ടോ മുസ്ലിം, എന്റെ വാഴ കേൾക്കുന്ന ഉമ്മ, പിരിശപ്പെട്ടവങ്ങള്, നിങ്ങൾക്കും അല്ലാഹു തആല പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, നഷ്ടങ്ങള്, മാനസികമായ പിരിമുറുക്കങ്ങള് എല്ലാം തരുന്നുണ്ടോ എന്നാ കരുതിക്കോ. അല്ലാഹു നിങ്ങളെ ഈമാനിനെ ചൂടാക്കുകയാണ്, നിങ്ങളെ ഈമാനിനുള്ള പരീക്ഷിക്കുകയാണ്. അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആല ബുദ്ധിമുട്ടാക്കുന്നതല്ല. വലനബ്ലുവന്നകും മിനൽ ഖൗഫി വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി തന്നിട്ട് പടച്ചോനായ എന്താവും അല്ലാഹ്, നിങ്ങളുടെ പോയി എന്താവും അല്ലാഹ്, നഷ്ടത്തെ ഇലക്ഷനിൽ ഓറന്നെ വന്നെങ്കിൽ എന്താവും അല്ലാഹ് എന്നുള്ള പേടി, അത് വേണ്ട, അത് വേണ്ട, ഒരു പേടിയും വേണ്ട. പടച്ചറമ്പേ 4 പെണ്ണ് കിടക്ക എന്താക്കുവല്ല, പാടുക റൂബലില്ല റബ്ബേ, പൊരയില്ല, ഇപ്പന്നെ ഒരുപാട് കട, അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്ത് എടുത്ത 4 ലോണും ബാക്കി, അതിന്റെ ഇടയിൽ അതാ കിടാവും വലുതായി, എന്താക്കും എന്നുള്ള പേടി. ആ പേടികളല്ല നിങ്ങളെ തന്നിട്ടല്ല പരീക്ഷിക്കുന്നത്. ായതുകൊണ്ട് നിങ്ങളെ ഈമാനിന് അല്ലാഹു തആല തിളക്കം കൂട്ടുകയാണ്, നിങ്ങളെ പരലോക വിജയത്തിന്റെ വഴിയല്ല എളുപ്പമാക്കുകയാണ്. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ കൃഷിയിടങ്ങളിൽ നഷ്ടം വരോ, കായികനികളിൽ നഷ്ടം വരോ, വല്ലംഫുസി, നിങ്ങളെ മക്കളെ വേണ്ടപ്പെട്ടവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേരത്തെ വിട പറഞ്ഞു പോകോ, പല കുഞ്ഞുമക്കളും ചെറുപ്പത്തിലെ മരിച്ചു പോകോ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങള്, കഷ്ടപ്പാടുകളൊക്കെയും തരും. മാത്രമല്ല ഒരുപാട് രോഗങ്ങള്, ഒന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോ 4 രോഗങ്ങള് വേറെ, ഒന്ന് മാറാൻ വേണ്ടി ഒരു ഗുളിക കുടിച്ചിട്ടാകുമ്പോ വേറെ 4 സോക്കേടുകള്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എണ്ണിയാ തീരല, പറഞ്ഞാൽ അവസാനിക്കല. ഈ ലോകത്ത് ഏതല്ലോ നിലക്കുള്ള കഷ്ടപ്പാടുകള്, ഞെരുക്കങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള് എല്ലാം അല്ലാഹു തആല തരും കേട്ടോ. ഇങ്ങനെയെല്ലാം തരുമ്പോ വബശ്ശിരിസ് സ്വാബിരീൻ, അല്ലാഹു തആല പൊന്നാര നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, നബിയേ വബശ്ശിരിസ് സ്വാബിരീൻ, ർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവ. കഷ്ടപ്പാടുകൾ വരുമ്പോ, കച്ചവടത്തിന് നഷ്ടം വന്നിട്ട് കച്ചവടം പൊട്ടുമ്പോ, പെണ്ണുകിടാക്ക വലുതായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു പുറത്തേക്കിടുമ്പോ ബേജാറാവാതെ എല്ലാം അല്ലാഹുവിലേക്ക്
കർപ്പിച്ച് തവക്കുലാക്കി അവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട് പടച്ചവന്റെ മേലെ വലിയ ഭറവസ വെച്ചിട്ട് പ്രതീക്ഷ വെച്ചിട്ട് എല്ലാം അവനിലേക്ക് അർപ്പിച്ചിട്ട് തവക്കുലാക്കിയിട്ട് നിങ്ങളത് ക്ഷമിച്ചു കഴിയുന്നുവെങ്കിൽ അവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നവേ അവർക്ക് സ്വർഗമുറപ്പാണ്. നാളെ അവർ കിടക്കുന്ന മണ്ണറയായ ഖബർ അവർക്ക് മണിയറയാണ്. ഇവിടെ ക്ഷമിച്ചത് കൊണ്ട് നാളെ അവിടെ അവർക്ക് വേദനകളില്ല, നാളെ അവിടെ അവർക്ക് പ്രയാസങ്ങളില്ല. ഇവിടെ നല്ലോണം കട്ടപ്പാട് അനുഭവിച്ചവരായതുകൊണ്ട് കാലങ്ങളേറെ രോഗിയായി കിടത്തിലായതുകൊണ്ട് അവരുടെ എല്ലാ പാപക്കറകളും അല്ലാഹു മായ്ച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബേജാറ് വിഷമമില്ലാതെ കടന്നു പോവേല. തങ്ങളായെന്നോ ഔലിയായെന്നോ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലൊന്നും അല്ലല്ലേ? അൽഹംദുലില്ലാ മാഷാഅല്ലാഹ്. തങ്ങളായെന്നോ ഔലിയായെന്നോ ആലിമായെന്നോ ഉസ്താദായെന്നോ ആജിയല്ല ഡബിളാജിയായെന്നോ ത്രിബിളാജിയായെന്നോ അതിന്റെ അപ്പുറത്താജിയായെന്നോ പള്ളിക്ക് ഒരു മിനാരല്ല 2 മിനാരം കെട്ടിയ ആളായെന്നോ ഏത് മനുഷ്യനായെന്നോ മുഅ്മിനായ മനുഷ്യനാണോ അയാൾക്ക് ലോകത്ത് ജീവിക്കുമ്പോ 3-1 ഏതായാലും ഒരു കഷ്ടം. ഞാൻ ഇത്രയെല്ലാം സുജൂദ് ഇട്ടിട്ട് നിങ്ങളാക്കിയല്ലേ? നീ ആര്യന് വേണ്ടേ? നിങ്ങളാക്ക കയ്യല്ല. നീ യഥാർത്ഥ സുജൂദ് ഇട്ടവനാണെങ്കിൽ നിന്നെ അങ്ങനെ ആക്കുവല്ലോ. നിനക്ക് എന്നെ തരണ്ടേ? നീ മുഅ്മിനുള്ള മുഅ്മിനാണെങ്കിൽ ഈമാനുള്ളവനാണെങ്കിൽ ഈമാനുള്ളവളാണെങ്കിൽ നിനക്കല്ല കുറച്ച് ഏറെ ബേജാറ് തരും. അല്ലാഹ് ഞാൻ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് എനിക്ക് കിട്ടിയ മരുമോ കണ്ട നീ ഇത്രയെല്ലാം ദ്വാരന്നിട്ട് മരുമോ വന്നത് കുറച്ച് ചോറിൻ്റെതായ മരുമോളോ അങ്ങനെ പടച്ചോനെ ഞാൻ എത്രയെല്ലാം നേർച്ചാക്കിന ഈ ജലാലി റാത്തിനെല്ലാം SLC പഠിക്കുമ്പോൾ എന്നെ തുടങ്ങിനെ നേർച്ചാക്കാനും സലാത്തിന് നല്ലൊരു അമ്മായി കിട്ടണം, നല്ലൊരു അവസാനം കിട്ടിയതായിരിക്കും. നിനക്ക് അങ്ങനെ കിട്ടിയ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ അല്ലാഹു തആലക്കെല്ലാം വിട്ടത് കൊണ്ട് ഏടിയോ ഒരു മിസ്റ്റേക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിനെ എല്ലാം നീ അല്ലാഹുവിലേക്ക് കേൾപ്പിച്ചത് കൊണ്ട് ആ മിസ്റ്റേക്ക് അല്ലാഹു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്മനെ തന്ന അല്ലെങ്കിൽ ഒരു മരുമോളെ തന്ന. കാക്ക ചിരിക്കണ്ട, ഞാൻ ചെല്ലാത്തം പറഞ്ഞ കാക്കാന്റെ വിഷയം. കാക്കമാർ പൊതുവെ ഇങ്ങനത്തെ ഒന്നും കച്ചറക്കില്ല. എന്റെ അയാൾക്ക് മോളെ കെട്ടിച്ച കാലം തീർന്നില്ല, പിന്നല്ലേ മരുമോളെ വേണം. അല്ല അയാളേതായാലൊക്കെ പിന്നെ അതിന്റെ അടുത്തേക്ക് കൈ വെച്ചിട്ടാണ് മാത്രം അതിനുള്ളിൽ എന്തെല്ലാം ഉണ്ടല്ലോ തള്ളി കല്ല് വല്ല. ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, അമ്മായിമാരെ കുറ്റപ്പെടുത്തിയതല്ല. തങ്കപ്പെട്ട അമ്മായിമാർ സ്വന്തം പടി കയറി വന്ന ഏതോ ഒരു ഉമ്മാന്റെ മോള് എന്റെ മോന്റെ ഭാര്യയായി വന്നവള് മോളെക്കാളേറെ മോനെക്കാളേറെ അമ്മായിമാരുണ്ട്. അതേ സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ല ഭർത്താവിന്റെ ഉമ്മ അമ്മ എന്ന് പറയുന്ന ആള് ഏതോ ഒരു ഉമ്മയല്ല, സ്വന്തം ഉമ്മയാണ് പെണ്ണ്. നിന്റെ സ്വന്തം ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാണ് കരളിന്റെ കരളായ ആ മാപ്പിളയെ അല്ലാഹു നിനക്ക് തന്നത്. ആ ഉമ്മ ജന്മം നൽകിയത് കൊണ്ടാ, ആ ഉമ്മ വെച്ചത് കൊണ്ടാ. ആ ഉമ്മ എങ്ങാനും പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ നീ മാണിക്യമായി മരതകമായി കരളായി ലിവറായി എല്ലാമായി കൊണ്ടാടുന്ന നിന്റെ മാപ്പിള ആ ഉമ്മ പെറ്റില്ലാഞ്ഞെങ്കിൽ കിട്ടലായിന് മോളെ. അപ്പൊ ആ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മന്നെയാണ്. ഒരു വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കരുത്, നൊമ്പരപ്പെടുത്തരുത്, മനസ്സ് ബേജാറാക്കരുത്. എന്റെ വിഷയം അമ്മായി മരുമോളല്ല, ഞാനിത് പറഞ്ഞെന്ന് അറിയാ. ഇത്രയെല്ലാം നേർച്ചാക്കിയിട്ട് ഇത്രയെല്ലാം ദ്വാരന്നിട്ട് ഇത്രയെല്ലാം സലാത്ത് ചൊല്ലിട്ട് എനക്ക് ഇങ്ങനത്തതല്ല കിട്ടിയ എന്ന് നീ പറയുന്നെങ്കിൽ സത്യത്തിൽ നിനക്ക് അങ്ങനത്തതേ കിട്ടൂ. എന്തോ ഒന്നുണ്ട് അതിന് ഉടനെ തീരേണ്ടത്. നാളെ ആഖിറത്തിലേക്ക് വേണ്ട നിന്നെ അല്ലാഹുക്ക് ഇഷ്ടം. ആ കിടാക്കളെല്ലാം ഒരേ സൈഡിൽ ഇരുത്തിക്കോളി, അവർ എതിരിലൊന്നും പയ്യക്ക് പോകുന്നു. ജോറാ കണ്ട ചെറുത് ഞാൻ അമ്മായി കഴിഞ്ഞു പോയി. അത് ഞാനേ വിട്ടു.
ನೀವು ಬಹುದೂರ ಹೊರಗಿದ್ದೀರಿ, ವ್ಯಾಪ್ತಿಯ ಪ್ರದೇಶದಿಂದ ಬಹುದೂರ ಹೊರಗಿದ್ದೀರಿ. ಕಮಕ್ಕಲ್ಲ, നിങ്ങൾ കടമത്തേക്ക് സുബ്രഹ്മണ്യം. അപ്പൊ നിന്റെ എന്തോ നാളെ ആശ്രത്തിലേക്ക് തന്നങ്ങാവേല. ആശ്രം നിനക്ക് താങ്ങാൻ കഴിയാല, അവിടെ ആ പ്രശ്നങ്ങൾ താങ്ങാൻ കഴിയാല. സ്നേഹമുള്ള റബ്ബ്, ദയാലുവായ റബ്ബ്, എന്തോ ഒരു ഭയമിഷ്ടിക്ക് നിന്റെ ഉണ്ടായിന്, അത് തീർക്കണല്ലോ. അല്ലാഹു തആല നിനക്ക് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. അത് നിന്നോടുള്ള ബേജാറ് കൊണ്ടല്ല, നിന്നെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല. സുബ്ഹാനല്ലാഹ്. ലാ യഖുലുൽ മുഅ്മിനു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ ആണ് പെണ്ണിന് ഒഴിവാവേല. കഷ്ടപ്പാടുകള്, രോഗങ്ങള്, പ്രയാസങ്ങള്, ബേജാറുകള്, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ കൂടെ പറപ്പാണ്. അത് ഒഴിവായിട്ട് ലോകത്ത് ഒരാളുണ്ടാവേല. ഇങ്ങനെ ആക്കിയല്ലേ, ഞാൻ വലിയ നിസാമി അല്ല ആയിട്ട് എന്നാൽ ഇങ്ങനെ ആക്കിയല്ലേ, എന്ത് നീ ആരി, എന്ത് നിനക്കാക്കാൻ കഴിയല്ലേ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പരനുള്ളിൽ എന്തെങ്കിലും കുസുകുസൊന്നും ആയിട്ടെങ്കിൽ അപ്പൊ അമ്മായി മരുമോവ അല്ലെങ്കിൽ മോന്റെ വേണമെങ്കിൽ കുടുംബ ചെന്നൊരു വിഷയം ഉണ്ട്. എന്തറിഞ്ഞ എന്തെന്ന് നിങ്ങൾ എന്നെ കേൾക്കണോ? നിങ്ങൾ എന്നെ കേൾക്കണോ? അവല്ലേ പരന്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു കുസുകുസാകുമ്പോ അപ്പൊ ചെന്നൊരു വിഷയമുണ്ട്. പരനുള്ളിൽ നിന്നിട്ട് ചെന്നൊരു വിഷയം എന്തറിഞ്ഞ ഒരിക്കൽ മരിച്ചു നല്ലുണ്ടായി. ഇത് കാണാൻ വേണ്ട, മരിച്ചിട്ട് പോയി നിങ്ങൾ നല്ലുണ്ടായി. ഇടക്ക് നീ പോകുന്ന വീട്ടിലത്തെ അങ്ങനെ പോകാൻ കഴിയും? നിന്നെ കൊണ്ട് പോയെങ്കിൽ തീരോ പോക്ക്? ഇവിടെ ഉള്ളതെല്ലാം ചെറുതാണ്, വളരെ സിമ്പിൾ. സത്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹലായ ഫള്, അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹു വലിയ കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളൊന്നും തന്നിട്ടില്ല. നല്ലവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്, നല്ലവരുടെ ജീവിതം പഠിച്ചു നോക്ക്, മഹാന്മാരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഉറക്കെ പറ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ടിട്ടാണോ? കാരണം എന്താ പറഞ്ഞാൽ നമ്മ ഈ സൗണ്ടെല്ലാം ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് നല്ലോണം ഒരു അധ്വാനാണ്. ഞങ്ങൾക്ക് സൗണ്ടൊന്നും ഇല്ലാത്ത നെഞ്ഞമ്പലുണ്ട്, തൊണ്ടമ്പലെല്ലാം ഉണ്ട്. അപ്പൊ നല്ലൊരു അധ്വാനമുണ്ട്. അല്ലെ മൈക്കേണ്ടതിൽ നിൽക്കുന്നത് നല്ലൊരു അധ്വാനം തന്നെ. നിങ്ങൾ ചെല്ലുമ്പോൾ അത്ര സ്വഭാവത്തിന്റെ പണി എന്തോ അല്ല അത്. ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട്, അയാൾക്ക് എന്താണ്, അയാൾക്ക് 2 മണിക്കൂറുകൾ കിട്ടുന്നില്ല 10,000. നിങ്ങൾ 10,000 തരണ്ട, നിങ്ങൾ 9,500 തന്നാൽ മതി. 500 പിടി എന്നും അങ്ങനെ ചെല്ലിയാണ്. ആ വിഷയം കേൾക്കുന്നില്ല. ഇവിടെ ബന്ധം നോക്കണം, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞമ്മ നല്ലോണം ക്ഷീണിച്ചിട്ട് ഡേഡായിട്ടുള്ള സമയത്ത് നിങ്ങൾ നല്ലൊരു ഇളക്കത്തിൽ വേണം. ഇളക്കം കുറച്ച് ഏത് ഇങ്ങനല്ല ആകുമ്പോ അയാൾക്ക് നിങ്ങെന്തോ മുണ്ടാത്ത പോലെ, നിങ്ങൾക്കെന്തോ തിരിയാത്ത പോലെ, നിങ്ങെന്തോ ഒരു വെച്ചൽ കുടിച്ച പോലെ എന്റെ മനസ്സിലങ്ങനെ തോന്നില്ലേ? അങ്ങനെ ഉണ്ടാകും. ആൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. ബേജാറാക്കി എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ. ഒരു ഉമ്മാന്റെ മക്ക 7 ആൾ ഒരുപോലെ ഇല്ല. അപ്പൊ എനക്കത് കുറച്ച് ഏറെ എന്താണെന്ന് അറിയാലോ. അല്ലാഹു തആല നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും. ആമീൻ. അല്ലാഹു നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കും. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കിത് ഫസ്റ്റ് ചെല്ലുന്നത് ഉഷാറില്ല, ഞാൻ ചെല്ലാൻ കാക്കുന്നതിന് ഈ ലൈവ് കണ്ടോർ വിചാരിക്കുന്നത് ഇയാളെന്ന് നിങ്ങളല്ലേ ഓർക്ക് സംഗതി ഇങ്ങനെ വായി ഞാൻ ചെല്ലും. നിങ്ങൾക്ക് ഉഷാറിലുണ്ട്, നിങ്ങളെ പോലെ സ്ഥലത്തൊന്നും ആരുമില്ല. അപ്പൊ ഞാൻ ചെല്ലാൻ അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഞങ്ങളെ നാവിൽ അല്ലാഹു തആല ദിക്റും സലാത്തും വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ആമീൻ. മേലായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഖബൂലാകട്ടെ. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മുഹദ്ദിസാണ്, വലിയ റാവിയാണ്. ഒരുപാട് ഹദീസുകൾ ലോകത്ത് പറഞ്ഞു കൊടുത്ത മഹാനാണ്. ഹബീബായ നബി തങ്ങളുടെ പ്രധാനപ്പെട്ട സഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ മഹാൻ 17 കൊല്ലമായി ഒരേ കിടപ്പിലാണ്, രോഗിയാണ്, നിത്യരോഗി. എന്തറിയുമോ രോഗം? ആ മഹാന് പിടിപെട്ട രോഗമേതറിയാ, തടിന്റെ പിന്തുവാരത്ത് കൂടിയതാ രക്തം അങ്ങനെ ഒഴുകുന്നു. മൂലക്കുരുവിന്റെ അസുഖമാണ്.
മൂലത്തിന്റെ സുഖമാണ്. കിടക്കുന്നതായ കട്ടിലിന്റെ അടിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു തസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ തസ്റ്റിലേക്കതാ ചോരങ്ങനെ ഒഴുകുന്നു. പൈപ്പില് പോകും പോലെ, അതേ നള്ളിയില് പോകും പോലെ ചോരങ്ങനെ ഒഴുകിയിട്ട് തസ്റ്റ് നിറയുകയാണ്. ഓരോരോ ദിവസം 2-3 തവണ അത് കൊണ്ടുപോയിട്ട് പുറത്ത് കളയുന്നു ആ ചോര. ഇങ്ങനെയുള്ള രോഗം വേദന കൊണ്ട് പിടക്കുകയാ, കത്തുകയാ, ചെയ്യാത്ത വരുന്നില്ല. പക്ഷേ 17 കൊല്ലത്തോളമായി, 2 ദശാബ്ദ കാലത്തോളമായി ഒരേ കിടപ്പിലാണ്. എല്ലാം അവിടെ തന്നെ ക്ഷീണിച്ച് മുരിങ്ങക്കോല് പോലെയായി മഹാൻ അങ്ങേയറ്റം ക്ഷീണിച്ചു പോയി, നല്ലോണം അവശനായി. സുബ്ഹാനല്ലാഹ്, രോഗിയായിട്ട് അങ്ങനെ കിടക്കുന്നത് 1 കൊല്ലമല്ല, 17 കൊല്ലമാ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിക്കൊന്ന് കാണണോ? മറ്റൊരാളോട് പറഞ്ഞേക്കുകയാണ് നബി തങ്ങളോട് വരാൻ പറയണമെന്ന്. ചുരുക്കട്ടെ സഹോദരാ, എന്റെ വാല് കേൾക്കുന്ന ഉമ്മ നല്ല പോലെ കേട്ടോ. മുസ്തഫായ നബി തങ്ങൾ ഈ സഹാബിയെ കാണാൻ വരികയാണ്. ഏത് സഹാബിനെ കാണാമെന്ന്? ഇമ്രാൻ ഇബ്നു ഹുസൈൻ. കുറെ ധാരാവാഹി സീരിയലിന്റെ കഥ നിങ്ങൾ ഇപ്പോഴും ഓർമ്മയില്ല? മനസ്സിൽ ഇല്ലേ? എല്ലാം ചെല്ലല്ലേ മണിമണിയായിട്ട്. അതാ നാളെ മറ്റൊരു ഖത്തറിൽ ഫുട്ബോൾ തുടങ്ങുന്നു. A മുതൽ H വരെ ഉണ്ട് ഫുട്ബോൾ ഗ്രൂപ്പ്. അതിൽ ഓരോരു ഗ്രൂപ്പിൽ എത്ര ടീമുണ്ട് നിങ്ങൾക്കറിയാം? ചെല്ലല്ലേ പോർച്ചുഗലിന്റെ എത്രയായിട്ടോ, റൊണാൾഡോ, മറ്റേ മെസ്സി, ഓയിലുള്ള നിങ്ങൾക്കാൻ അതാരും ചെലുത്തുന്നില്ല. തന്നാലെ പാടായി ജസ്റ്റ് ഒന്ന് നോക്കിട്ടാകുമ്പോ ഇത് പഠിക്കും, ഇതാണ് നാളെ ആശുപത്രി കൂലി. അതിനെ ഞാൻ ചെല്ല, നീ ഇങ്ങനെ ഇരിക്കാന് ഇത് ഓന്റെ ഉപേന്ദ്രന്റെ പാട്ടൊന്നും അല്ല. ഞാൻ കേട്ടതിന് ജവാബ് ചെല്ലണം. നിങ്ങൾ അരിസം വന്നെങ്കിൽ സാരില്ല, പയ്യ പോകുമ്പോ മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ മുസ്തഫായ നബി തങ്ങളെ കാണാൻ വന്നു. മഹാൻ വിളിച്ചറിയിച്ചു, ഹബീബായ നബി തങ്ങൾ വന്നു. വന്നിട്ട് അവിടുന്ന് നബിയോട് പറയുകയാ, പൊന്നാര നബിയേ, കണ്ടില്ലേ നബിയേ, കാലങ്ങളായി നബിയേ ഈ കിടപ്പില് ഇത്ര വേദന സഹിക്കുകയാ. എന്തോരം നമ്പരമാ, എണിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കാഷ്ടവും മൂത്രവും ഒരേ കിടപ്പില്. അടിയിലാണെങ്കിൽ കഷ്ടുണ്ട്, ബക്കറ്റുണ്ട്, അതിലേക്ക് അങ്ങനെ പിന്തുവാരത്തൂടി രക്തം പോണോ, ചലമങ്ങനെ ഒഴുകുന്നു, ചോരയൊടുകുന്നു, എല്ലാം അവിടെ തന്നെയാ. ഹബീബായ നബിയേ, വേദന കൊണ്ട് സഹിക്ക വയ്യ നബിയേ, കടച്ചല കൊണ്ട് സഹിക്ക വയ്യ നബിയേ, താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാ നബിയേ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ മുസ്തഫായ നബിയോട് പറയുകയാണ്, പൊന്നാര നബിയേ, സുഖപ്പെടാൻ ദുആറക്കുമോ നബിയേ. ഹബീബായ നബി തങ്ങളെ ദുആക്കും അറിയില്ലല്ലോ. പൊന്നാര നബി തങ്ങളെ ദുആക്ക് ഹിജാബില്ല. ഹബീബായ നബി തങ്ങളെ ദുആന്റെ കബൂലിയത്തിന് അടതടയില്ല. അത് സ്വീകരിക്കപ്പെട്ടത് തന്നെ. കാരണം അത് ഹബീബിന്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ തന്റെ രോഗശമനത്തിന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, വേദന സംഹാരിക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, കഷ്ടപ്പാട് തീരാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞപ്പോ, ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഇമ്രാന് ഇൻ ശിഅത ലദഅഉതു വഇൻ ശിഅത ലതറക്തു വഅദ്ഖലക അല്ലാഹുൽ ജന്ന. ഇമ്രാന് ഇൻ ശിഅത ലദഅഉതു, നീ ആഗ്രഹിക്കുന്ന പോലെ, നീ വിചാരിക്കുന്ന പോലെ, നീ ഉദ്ദേശിച്ച പോലെ ഞാൻ നിനക്ക് ദുആരക്കാൻ എനിക്കൊരു മടിയില്ല. നിന്റെ ആഗ്രഹത്തിന് ഞാൻ തട നിൽക്കുന്നില്ല, വിലങ്ങ് നിൽക്കുന്നില്ല. നിന്റെ ആശ ഞാൻ ദുആരക്കണമെന്നാണെങ്കിൽ, രോഗം മാറി എണീറ്റ് പോകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ദുആരക്കാം. അതല്ല അതല്ല
നിന്റെ താല്പര്യം ഞാൻ ദ്വാരക്കണ്ട, ക്ഷമിക്കുമെന്നാണെങ്കിൽ അള്ളാന്റെ വിധി പോലെ നടക്കട്ടെ. അവൻ എപ്പോഴാണോ ശമനം തരുന്നത് അന്ന് സുഖപ്പെടുത്തട്ടെ. ഇങ്ങനെയാണ് എന്റെ വിധി എങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം തവക്കൽതു അലല്ലാഹ് എന്ന് കരുതിയിട്ട് നീ സബറെടുക്കുകയാണെങ്കിൽ അത് ഖലഖല്ലാഹുൽ ജന്ന, നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണ്, സംശയമില്ല. വബശ്ശിരി സ്വാബിരീൻ. മഹാനായ ഇമ്രാൻ തങ്ങൾ പറഞ്ഞു, നബിയെ ദ്വാരക്കണ്ട, എന്റെ രോഗം മാറണ്ട നബിയെ. ഈ ലോകത്തിന്റെ വേദന മാറിയാലും ഈ രോഗം മാറിയാലും എനിക്ക് നാളെ പരലോകം രക്ഷപ്പെടണമല്ലോ. എന്റെ രോഗം കൊണ്ട് ഞാൻ ക്ഷമിച്ചത് കൊണ്ട്, ഞാൻ സഹിച്ചത് കൊണ്ട്, അല്ലാഹുവിലേക്ക് അർപ്പിച്ചത് കൊണ്ട് ആരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം എനിക്ക് നാളെ രക്ഷപ്പെടുമെങ്കിൽ എനിക്കത് മതി നബിയേ. ദ്വാരക്കണ്ട നബിയേ. എന്തൊരു ഈമാനാ. അതെ, ക്ഷമിക്കുന്നവർക്ക് വല്ല പ്രതിഫലമുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് ധാരാളം സന്തോഷ വൃത്താന്തങ്ങളുണ്ട്, വലിയ നേട്ടങ്ങളുണ്ട്. ദുനിയാവിലും നാളെ പരലോകത്തും വലിയ നന്മകളുണ്ട്. ആരറിയുമോ ക്ഷമാശീലര്, ക്ഷമിക്കുന്നവരാര്, മുഅ്മിനീങ്ങളാര്, തങ്കപ്പെട്ട ഈമാനിന്റെ ഉടമകളാര്, കാരുണ്യവാനായ റബ്ബിന്റെ അപാരമായ പൊരുത്തത്തിന്, അവന്റെ വലിയതായ പ്രീതിക്ക് പാത്രീഭൂതരായ ഭാഗ്യവന്മാരാര്, ആ നല്ല ഉമ്മയാര്. അതേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ സാബത്തുഹും മുസീബ, الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അവർ പറയും, എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേൾക്കുന്നെങ്കിലാ, എന്ത് ബേജാറ് കെട്ടപ്പാട് കേൾക്കുന്നെങ്കിലാ, ഇതറാ നീ ആ വോട്ടൊരിക്കൽ വെച്ചിട്ടുണ്ടായി, നിന്റെ പാൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, പിന്നെ നിന്റെ റേഷൻ കാർഡ്, പിന്നെ ഒരു 3000-ന്റെ പൈസ എല്ലാം ഞാൻ പാഡ്സില്ലേ നിന്റെ പിന്നെ പാക്കറ്റി, അതാരോ കൊണ്ടുപോയാലും നീ അറിഞ്ഞിട്ടേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീയാണ് മുഅ്മിൻ, നീയാണ് മുഅ്മിൻ. ഞാൻ എന്താ പറയല അങ്ങനെ കേട്ടെങ്കിൽ? എന്താ നിന്റെ മൊബൈൽ ആരോ കൊണ്ടുപോയാല, ഏത് മോവൻ അതിന്റെ ബാക്ക് നിങ്ങൾ പില്ലായിക്കോളി അവലെ. ഞാൻ മോന്ന് മാത്രം ചെല്ലേ, ഞാൻ ബാക്കിയൊന്നും ചെല്ലിറ്റ എനിക്ക് തിരിഞ്ഞിട്ടില്ലെന്നല്ലേ. പിന്നെ അത് തിരിയാണ്ടിരിക്കുക, അത് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞാൻ വിടേല, ഞാൻ ഉസുറും പുളി ഉണ്ടെങ്കിൽ വിടേല. ഇന്നാലില്ലാണ്ട് ഇത് മിന്റെ ലക്ഷണമല്ലേ. അബൂസ്ത തേടണ്ടേ, അബൂസ്ത കേസ് കൊടുക്കണ്ടേ, അബൂസ്ത അവനെ പിടിക്കണോ, അതിന് മുന്നേ ഇത് ചെല്ല്. എല്ലാ ആക്ക് ദുനിയാവിന്റെ എല്ലാ പണിയും ഇട്. പക്ഷെ എല്ലാ പണിനേക്കാളും വലിയ പണി മേലാറപ്പെടുക്കണോ, ഓന് വിട്. ഫസ്റ്റ് ഓന് വിട്, പിന്നെ സംപ്യത്ത പോലീസിനോട് തിരിഞ്ഞാ നിക്ക്. ഞങ്ങൾ എന്താ ആർക്ക് കൊടുത്തോ മോശമില്ല, ഓന് വിടുന്ന വിഷയമില്ല, ഓന് വിടുന്ന വിഷയമില്ല. അല്ലാണ്ട് അയാൾ ചെല്ലിയെന്ന് പറഞ്ഞ അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ നിനക്ക് പൊരുത്തപ്പെടാൻ ഇല്ലേ. എത്ര മനുഷ്യന്മാരുണ്ടോ പോന്ന ഉംറക്ക് പോകുമ്പോ ഏഴാമാറ്റിലും ഉണ്ടാവും പോയിനെ. അപ്പൊ ഏഴാമ ചെല്ലി 1000 റിപ്പോർട്ടർ സാരല്ലേ, ഏഴാമാറ്റിൽ ചെല്ലിറ്. ഞാൻ പണ്ടത്തെ എന്തൊന്നും മനസ്സിൽ വെച്ചിട്ടുണ്ടാ, അതെല്ലാം ആയി കഴിഞ്ഞാലും വിട്. അപ്പൊ അവൻ ചെല്ലാൻ പറഞ്ഞ ആയി, ഞാൻ സലാമെല്ലാം ചെല്ലാം, എന്നെങ്കിലും അന്ന് അയാൾ ആക്കിയതുകൊണ്ടല്ലേ, അത് അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാലാന്ന്. ഓൻ പോന്ന ഉംറക്കല്ലേ, ഓനോട് പുത്തൂർ യാത്രക്ക് പോയിട്ട് വരല്ലോ നീ. അല്ല അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ലാലോ, ഭയങ്കരല്ലോ ആരും. ഓ എന്ത് ഈമാന്, ഓൻ സ്വർഗത്തിലല്ല നാളെ ഫസ്റ്റ്. ഓന്റെ ചിന്ത അതാണിപ്പോ. ഓൻ നാളെ തന്നെ ഉംറക്ക് പോയിട്ട് അവിടുന്ന് പോന്നു നേരെ സ്വർഗത്തിലേക്ക്. ഓന്റെ വിചാരം അതാണ്. നീ ഒരു കാര്യം ചെയ്, അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിന് പിന്നെ അള്ളാഹ്ക്കേറെ ഇഷ്ടം അവന്റെ അടിമകളോട് നല്ല നിലക്ക് പെരുമാറലാണ്. തിരിഞ്ഞാ നിനക്ക് പള്ളിക്ക് മിനാരം കെട്ടുന്നതല്ല വല്ല കൂലി. നിന്റെ പൊരന്റെ അപ്പുറത്തുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന വീട്ടുകാരില്ലേ,
അവർക്ക് 4 ഓട് മേങ്ങിട്ട് കൊടുക്കലാണ് ഈ മിനാരം കെട്ടുന്നതിനേക്കാളും അല്ലാഹ്ക്ക് ഇഷ്ടം. ഞമ്മ അതിന് റെഡിയില്ല. എന്താ ഓരോ നല്ല കഷ്ടത്തിലുണ്ടോ എന്ത് ചെന്നേക്കുന്നുണ്ട് എല്ലാവരും 4 നാളായില്ല. ഓർക്ക് ആളുണ്ടോ എന്ന് പേടിക്കണമെന്നില്ല. ആളി അബുദാബിയിൽ